അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര കാറ്റാണ്, ഒരു രക്ഷയില്ല. ഇവിടെ എല്ലാ കാര്യങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു രക്ഷയില്ല കാറ്റ്. നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒച്ച ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. കാരണം ഞാൻ മൈക്കിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് സംഭവം. എടാ ഒത്തിരി ഒച്ച എടുക്കില്ലടാ, അവിടെ കളിച്ചോണ്ടിരിക്കുക. അവന് ഒറ്റ അടി അടിച്ച് കഴിഞ്ഞാൽ ഒച്ച ഒരു രക്ഷയില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞോളൂ. തേങ്ങ പുറകോട്ട് നിൽക്കാം. തേങ്ങയല്ല കാണിക്കാൻ പോണത്, എങ്ങനെ വിഷമൊന്നും ഇല്ലാത്ത മായമൊന്നും ഇല്ലാത്ത വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പം അങ്ങനെ നമ്മുടെ തേങ്ങ റെഡിയാണ്. ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് സംഭവം ചെയ്യേണ്ട കാര്യം എന്താണ്? തേങ്ങ പൊട്ടിക്കുക. പുറകോട്ട് നിൽക്കണം നല്ലത്. തേങ്ങ പൊട്ടിക്കുക. എന്താ പിടിച്ചു ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ അവളെങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാവും. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാനാ തേങ്ങ പൊട്ടിച്ചത്. കണ്ടോ, ഇതണ്ട ദൈവത്തിനറിയാം. ഞാനത് നോക്കട്ടെ. ഞാൻ ആക്ച്വലി ചെയ്യാറുള്ളത് എപ്പോഴും മറ്റേ ഇത് വെച്ചിട്ടാ, കൊടുവാളോ എന്നിട്ടാ വാക്കത്തി ഇവിടെ ഇല്ലല്ലോ. കൊടുവാളെന്ന് വാക്കത്തി ഒന്നും അതെനിക്കറിയില്ല. ഞങ്ങള് വാക്കത്തി എന്ന് പറഞ്ഞ അല്ല. ഇങ്ങോട്ട് അടിച്ചോ നടുക്കിട്ടോ കുഴപ്പമില്ല. വെരി പുവർ പെർഫോമൻസ്. അങ്ങനെയല്ല, ഇത് നമ്മള് കണ്ട അതിനൊരു ഇതൊക്കെ വരാം. അയ്യോ കളയല്ലേ, വെള്ളം കളയല്ലേ. കണ്ട ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാണ് നമ്മളിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും മുഴുവൻ റൗണ്ടിൽ വെട്ടിയെന്ന് മനസ്സിലായില്ലേ? കണ്ടോ, ഏകദേശം ഒരു ഷേപ്പിലൊക്കെ കിട്ടിയല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ടിലൊക്കെ വെട്ടിയത്. അപ്പോൾ ഈ തേങ്ങ നമ്മൾ ചിരകൊന്നും വേണ്ട, ഇവിടെ ചിരവില്ല. അപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചെന്നു വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഇങ്ങനെ അടർത്തിയെടുക്കാൻ പറ്റും എളുപ്പം. അപ്പോൾ ആണെങ്കിൽ പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ ഈ ഫുൾ തേങ്ങ നമുക്ക് കയ്യിൽ കിട്ടും. പിന്നെ അത് ഇതിന്റെ പിന്നെ കാണിക്കാൻ എന്താ ചെയ്യാൻ പോണെന്ന്. അപ്പോൾ ഇത് കട്ട് ചെയ്യണത് ആരാ? മത്സരം വെക്കണോ? ഓക്കെ, അപ്പോൾ നമ്മളിത് എടുത്തോണ്ടിരിക്കുകയാണ്. അത് നിലത്ത് വെച്ചെടുക്കുക. എനിക്ക് പേടിയാണ് അച്ഛൻ അത് കൈ കൊണ്ട് കത്തിയും കൊണ്ട് ഇങ്ങനെ കാണിക്കാൻ കണ്ടിട്ട് പേടിയാണ്. താഴെ വെക്കല കൂട്ടാ. എനിക്ക് താഴെ വെച്ചാൽ വരില്ല. ചിലർക്ക് വരും, ചിലർക്ക് വരില്ല. എനിക്ക് വരില്ല. അത്ര മതിയോ? മതി. ചില്ലുവിനും വേണോ? ഓക്കെ. ഇഷ്ടപ്പെട്ടില്ലേ? It is very tasty, no? This is yucky. അവരോട് പറയാ ചീത്തയാന്ന് പറയുവാ. ഇത് സ്പൂണും കൊണ്ടാട്ടോ ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ്. സ്പൂണും കൊണ്ടാട്ടോ. കണ്ടോ, ഇതാണ് എളുപ്പം. കാരണം നമ്മുടെ കൈ ഇതാവാണ്ട് കണ്ടോ അങ്ങനെ ഫുള്ളായിട്ട് അടർന്നു പോരും. കത്തിയാകുമ്പോഴത്തേക്കും അതിന്റെ വ്യത്യാസമുണ്ട്. ഇതാകുമ്പോൾ സ്പൂണാകുമ്പോൾ നമുക്ക് സ്പൂൺ കാണിച്ചേ. സ്പൂണാണോ? അതുപോലെ തന്നെ സ്പൂൺ റൗണ്ട് ആയിട്ടുള്ള സ്പൂണല്ല, ഇതിങ്ങനെ കൂർമ്മയുള്ള സ്പൂണുകൾ എടുക്കുക. പണ്ടൊക്കെ തേങ്ങ ചിരകുമ്പം മമ്മിയുടെ അടുത്ത് പോയി നിൽക്കും, മമ്മിയുടെ കുത്ത് മേടിക്കും. അത് വാങ്ങാറുണ്ട്. തേങ്ങയല്ല, അധികം കൂടുതൽ കുത്ത കിട്ടാറ്. അപ്പൊ ഇത്രയുള്ള പീസുകൾ ഇങ്ങനെ കിട്ടിയില്ലേ? അത് നമ്മളൊന്ന് ചെറുതായിട്ട് കണ്ടിക്കണം കേട്ടോ. അന്നേരം ഞാനത് ചെറുതായിട്ട് കണ്ടിച്ചിട്ട് ഞാൻ മിക്സിയിലോട്ട് ഡയറക്റ്റ് ഇടാൻ പോവാണ്. മിക്സിയിലേക്ക് ഇങ്ങനെ ഇടുകയാണ് അങ്ങനെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റപ്പായിട്ട് എല്ലാം മുറിച്ച് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഇതിലെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ ചൂടുവെള്ളമാണ് എപ്പോഴും. ചെറിയ ചൂടുവെള്ളം, ഭയങ്കര ചൂടല്ല, ചെറുതായിട്ട് ചൂടുണ്ട്. അത് ഇങ്ങോട്ട് ഒഴിക്കാന്ന് വെച്ചാൽ ഇതിന് വെച്ചാൽ നല്ല എണ്ണ അതിൽ നിന്ന് ഇങ്ങനെ തേങ്ങാപ്പാൽ നന്നായിട്ട് ഊറി വരാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും മതി ഈ ഒരു ലെവലില്. ഒത്തിരി മുങ്ങണ്ട. ഒരു മുക്കാൽ ഇത് നിറച്ചു കഴിഞ്ഞാൽ ഒരു 1/4 ഭാഗം വെള്ളം അത് ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചോണ്ട് വരുവാണ്. അപ്പൊ ഞാൻ അടിച്ചോണ്ട് വന്നിട്ട് അത് എങ്ങനെ ഇരിക്കണേന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ മിക്സിയിൽ തേങ്ങ അടിക്കും, മറ്റേ ചമ്മന്തിക്ക് അടിക്കണില്ല, അതുപോലെ അടിച്ചേക്കുക. അത്രയും ഇതാവണ്ട. അപ്പൊ ഇങ്ങനെ ഒരു അളവില് നമ്മൾ അതൊക്കെ ശരിയാക്കി റെഡിയാക്കി കൊണ്ടുവന്നല്ലേ? നന്നായിട്ടൊരു പീര പരുവത്തില് നമ്മളത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നോക്കുമ്പോ വെള്ളം ഇല്ല, പക്ഷെ നമ്മൾക്ക് ഇത്തിരി ഇത് പിഴിയാൻ പോവാ. അപ്പൊ ഇത്തിരി വെള്ളം വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിലോട്ട് എന്തായാലും അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ചൂടുവെള്ളം ഞാനങ്ങ് ഒഴിച്ചു. ഇനി എന്താന്ന് വെച്ചാൽ നമ്മളിത് അരിക്കാൻ പോവാ.
അരിക്കാൻ വേണ്ടിയിട്ട് എന്ത് കോട്ടൺ തുണിയോ ഇങ്ങനെ ഒരു പരിപരിപ്പുള്ള തുണിയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ നന്നായിട്ട് അരിഞ്ഞ് വരണമാണെങ്കിൽ അത് എല്ലാ തേങ്ങാപ്പാലും അതിൽ നിന്ന് ഇങ്ങനെ വരും. അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ പിഴിഞ്ഞു. അവള് വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ. ഇത് നീ ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കണാണോ? അവർക്ക് എല്ലാവർക്കും നോക്കിയേ, ചില്ലുവിനും എല്ലാവർക്കും ഇഷ്ടമാന്ന് പറഞ്ഞാൽ ചില്ലുവിനും എല്ലാവർക്കും ഇഷ്ടമാന്ന് എല്ലാവർക്കും ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. എനിക്ക് ഒത്തിരി ഇഷ്ടമാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് തീർന്നു എന്ന്. അയ്യോ, എന്നെ കുറെ പേര് താഴ്ത്തു പോയി. സമാധാനമായി. ഇത് തീർന്നിട്ടില്ല. ഇനിയും പിന്നെ അതെടുത്ത് ഇത് ഒന്നോടെ ഈ മിക്സിയിൽ ഇതുപോലെ തന്നെ എടുത്തിട്ടിട്ട് ഒന്നോടെ അടിച്ചോണ്ട് വരും. ഞാൻ അടിച്ചോണ്ട് വരും. അപ്പൊ ഇനി ഒന്നും കൂടെ പിഴിയും. അത് അടുത്തത് ഞാൻ രണ്ടാമത് അത് കണ്ടോ, പാല് കണ്ടോ, അതിൽ നിന്നും പാല് തന്നെ ഉണ്ടോ. അതുകൊണ്ട് ഇത് 2 പ്രാവശ്യം അടിക്കണം, എന്നാലാണ് അതിന്റെ ഫുള്ള് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതും ഞാൻ പിഴിയാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് ഫുള്ള് കിട്ടണം അത്. അപ്പൊ 2 പ്രാവശ്യം പിഴിഞ്ഞ് 2ാം പാലും കൂടെ കൂടിയ തേങ്ങാപ്പാൽ നമ്മൾ ശരിയാക്കി എടുത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പീര ഇത് ചിലവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ് ഉണ്ടാക്കുന്നു. നമ്മളിവിടെ അത്ര സ്വീറ്റിന്റെ ആൾക്കാരില്ലാത്ത കാരണം എനിക്ക് അറിയില്ല. പക്ഷെ എന്നാലും പഞ്ചസാര നെയ്യാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കും. അതുണ്ടാക്കും. അപ്പൊ ഇത് കഴിഞ്ഞില്ല, ഇത് ഡയറക്റ്റ് ഉരുക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന രീതി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഒരു ദിവസം ഒരു 12 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ഇന്നലെ ഒരു തേങ്ങ ഫ്രിഡ്ജിൽ ഇതുപോലെ വെച്ച ഒരു ഇതാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ എന്നാ പറ്റണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം ഇവിടെയും ആ കർഡ് പോലത്തെ ആ കട്ടിയുള്ള തേങ്ങാപ്പാൽ മേളിലും വരും. അപ്പോൾ നമുക്ക് ഉരുക്കിയെടുക്കാൻ ഈസിയാ. ഈ സാധനം മാത്രം ഞാനിനി സെപ്പറേറ്റ് ചെയ്ത് എടുക്കും. എന്നിട്ട് അതാണ് ഉരുക്കാൻ പോണത്. നല്ല ഹാർഡായിട്ടിരിക്കണേ. ഇത് ഞാൻ 12 മണിക്കൂർ കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് ഹാർഡായത്. ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പം അത്രയും ഹാർഡായില്ല. ഇത് കുറച്ച് നേരം അധികം നേരം ഇരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ മേളിലത്തെ ആ ലെയർ അങ്ങ് എടുത്തിട്ട് നമ്മൾക്ക് എവിടെയാണോ വെച്ചു, ഏത് പാത്രത്തിലോട്ടാണോ ഉരുക്കേണ്ടത് ആ പാത്രത്തിലോട്ട് നമ്മൾ എടുത്തിടുക. ഈ കഷ്ണം കൂടെ അങ്ങ് ഇട്ടു ബ്രേക്ക് ചെയ്ത് കൊടുത്തേക്കാം. എൻ്റെ കയ്യിലൊക്കെ ഉണ്ട്. ഇനി ഇവിടെ കിടക്കണ ബാക്കി ഇത് നമുക്കിങ്ങനെ കൈ കൊണ്ട് വടിച്ചിങ്ങനെ കണ്ടോ, ഈ കഡ് പോലെ കിടക്കണ സാധനങ്ങൾ ഒരു ഇങ്ങനെ അങ്ങ് വടിച്ച് പനീർ പോലെ ഇരിക്കും. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി എടുക്കാൻ ശ്രമിക്കേണ്ട അത്രേ ഉള്ളൂ. അതിന്നും വലുത് കാര്യമായിട്ടൊന്നും കിട്ടില്ല. ഇനി ഈ വെള്ളം ബാക്കിയായി, ഈ വെള്ളം കളയരുത്. ഈ വെള്ളത്തിന് ഉപയോഗമുണ്ട്. അതാണ് രഹസ്യം. അത് രഹസ്യം. അത് ഞാൻ അവസാനം പറഞ്ഞുതരാം വെള്ളം എന്താ ഉപയോഗിക്കണേന്നുള്ളത്. ഓക്കെ, അതവിടെ നിന്നു. ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തീ ഓണാക്കുവാണ്. എണ്ണ ആവാനാണ് ഒരു 5-6 മിനിറ്റ് എടുക്കും. ഇത്രയും ഉള്ളത് കൊണ്ടോ. ഒത്തിരി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സമയം എടുക്കുമായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ സാധനം നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ആ ട്രാൻസ്പെറന്റ് ബോക്സിൽ വെച്ചെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാ. ഇതിപ്പോ ഇതിന്റെ മേളിൽ ഇതുപോലെ കട്ടയായിട്ട് വന്നിരിക്കും. അപ്പൊ നമുക്കത് എടുക്കാൻ എളുപ്പമായിരിക്കും. കുറച്ചധികം സമയം വെക്കണം കേട്ടോ, അങ്ങനെ കട്ടയായിട്ട് വരണമെങ്കിൽ. ഇല്ലെങ്കിൽ കുറച്ചും കൂടെ തൈര് പരുവത്തില്ല, കുറച്ച് പാടില്ല. പക്ഷെ എന്നാലും കട്ടയാണെങ്കിൽ സുഖമായിട്ട് അങ്ങ് എടുത്ത് മാറ്റാം. അപ്പൊ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ അകത്ത് കൊണ്ടുവന്ന് ഈ സാധനം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കാറ്റ് കാരണം നമ്മളിത് കെട്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അകത്ത് കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കാമല്ലോ എന്താ സംഭവിക്കണെന്നുള്ളത്. അപ്പം അങ്ങനെ പതുക്കെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നുണ്ട്. ഇപ്പം എണ്ണ വെള്ളം പോലെ കിടക്കണമെന്ന് ഓർത്ത് പേടിക്കണ്ട, അതൊക്കെ ശരിയായിക്കോളും. ഇപ്പം തന്നെ അതിൻ്റെ ഒരു റെഡി ആവാനുള്ള സ്റ്റേജിലോട്ടായി. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം അങ്ങനെ തിളച്ച് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഉരുക്കി പിടിച്ച് കൊണ്ടുവന്ന് നമ്മളിവിടെ കൊണ്ടുവന്നു. കണ്ടോ, നോക്കടി, നല്ല മണം. നല്ല അതെ മില്ലൊക്കെ നമ്മൾ മില്ലിൽ പോവില്ല. മില്ലിൽ ചെന്ന് കഴിയുമ്പോഴുള്ളൊരു മണം ഉണ്ടല്ലോ, നമ്മൾ ഈ അരിയൊക്കെ പൊടിക്കാൻ വേണ്ടി പോകുമ്പോൾ അതെ സെയിം മണം. കണ്ടോ, ഒരു തേങ്ങയും നമുക്ക് ഇത്രയും എണ്ണ കിട്ടും. ഈ ഉരുക്കി വെച്ചേക്കണ വെളിച്ചെണ്ണ നമ്മൾ തണുക്കട്ടെ. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മുടെ വീഡിയോസ് പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രാവൽ ആൻഡ് ഫുഡ് സ്റ്റോറിയുടെ പേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എന്ന് പറഞ്ഞ മേളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോസും താഴെ കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക. അവിടെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ യാത്ര ചെയ്ത കുറച്ച് വീഡിയോസ് ഉണ്ട്. അതൊക്കെ പോയി കണ്ട് ഞങ്ങൾക്ക് കമൻറ്റ് പറയുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോസൊക്കെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തു, കാണുന്നുണ്ടതിൽ പറഞ്ഞ വളരെ സന്തോഷം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു അച്ഛൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് പലരും വിളിച്ച് അച്ഛനെ വിളിച്ച് സംസാരിച്ചു. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നാണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ വിളിച്ച് സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വലിയൊരു താങ്ക്സ് അതിനൊക്കെ. അപ്പം ഞാനൊരു നല്ല ഭംഗിയുള്ളൊരു ചില്ല് കുപ്പി എടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നല്ല ഉണക്കി വെച്ചേക്കണ ചില്ല് കുപ്പിയാണ്. അപ്പം അങ്ങനെ നമ്മുടെ എണ്ണ എന്നാ ദേ അപ്പോൾ അത് അവിടെ ഒരു മിനിറ്റ് ഇരുന്നോട്ടെ. അതെ, ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ശുദ്ധമായ നമ്മുടെ സൂപ്പർ വെളിച്ചെണ്ണ. കണ്ടോ, ശുദ്ധമായ വെളിച്ചെണ്ണ. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ച വെളിച്ചെണ്ണ അത് തണുത്തിരിക്കണുണ്ടോ? അതിൻ്റെ ഒരു ക്വാളിറ്റി അറിയാൻ വേണ്ട. കണ്ടോ, ആ വെളിച്ചെണ്ണയുടെ വിവിധതരമായിട്ടുള്ള അത് നല്ല വെളിച്ചെണ്ണയാണെങ്കിൽ കട്ടിയാവുമെന്നാണ് പറയണത്. നല്ല കട്ടി തണുത്ത് കഴിയുമ്പോൾ കട്ടിയായിട്ടിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ വെളിച്ചെണ്ണയുടെ മണവും കിട്ടും. ഇതൊക്കെയാണ് വെളിച്ചെണ്ണ നല്ലതാണോ എന്ന് അറിയാനുള്ള മാർഗങ്ങൾ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും. അപ്പോൾ അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിലെ ലെയറിൽ ഇങ്ങനെ ക്ലിയർ ആയി കിടക്കുന്ന ഒരു വാട്ടർ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോൾ ആ ഫ്രിഡ്ജ് വെച്ച വെള്ളമാണ്. ഇനി ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെറുതെ കളയുന്നില്ല. അതെ, ഈ വെള്ളം ഞാൻ ആക്ച്വലി അരി അവിടെ എടുത്തു വെച്ചു. നമ്മുടെ പച്ചരി ഇല്ലേ, ബസ്മതി റൈസ് എന്താണെങ്കിലും അതിലോട്ട് ഈ വെള്ളം ഒഴിച്ചിട്ട് ആ റൈസ് അതിലിട്ടങ്ങ് തിളപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കോക്കനട്ട് ഫ്ലേവർ ഉള്ള റൈസ് നമുക്ക് എന്തെങ്കിലും സൈഡ് ഡിഷ് കൂട്ടിയോ എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ അതാണ് വെറും ചോറിൽ അതിന്റെ കൂടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്തിരി ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പിട്ട് കഴിയുമ്പോൾ ആ ഒരു ഇത് കിട്ടും. ഉപ്പ് ഇട്ടിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്ലേവറിൽ നല്ല എന്താ പറയാ, ഒരു പ്രത്യേക ഒരു നല്ലൊരു തേങ്ങ ഫ്ലേവർ ഉള്ള ചോറ്, നല്ല രസം കഴിക്കാനായിട്ട്. പക്ഷെ ബസ്മതി റൈസ് വേണം, നമ്മുടെ അരി പറ്റില്ല. അപ്പം അതിനു വേണ്ടി ഞാനത് അരി കാണിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ ഇങ്ങോട്ട് എടുക്കാൻ മറന്നുപോയി. അപ്പം അത് ഞങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കും. അപ്പൊ ഇതിലൊന്നും നമ്മൾ കളയേണ്ട കാര്യമില്ല. ഈ ലാസ്റ്റ് വന്ന് ഇത് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. പണ്ട് ഞാൻ കഴിക്കുമായിരുന്നു, ഇങ്ങനെ എടുത്ത് കഴിക്കുമായിരുന്നു. അപ്പൊ അത് വേണമെന്നുള്ളവർക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ അതും കളയാം. ബാക്കിയൊന്നും കളയേണ്ട കാര്യമില്ല ഇതിൽ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണം. ഞങ്ങൾ എന്നെ പോലെയുള്ള വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടും നന്നായിട്ട്. കാരണം അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. അതെ, അപ്പോൾ അതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ അടുത്തൊരാഴ്ചയിലേക്ക് കാണുന്നവരെ അല്ലേ, ബൈ ബൈ ഫ്രം ട്രാവൽ ആൻഡ് ഫുഡ് സ്റ്റോറി.